ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ ഇന്നൊരു തമാശയായിട്ട് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമയം കിട്ടുന്നെങ്കിൽ ചെയ്യണം. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥം എടുക്കും. കയറി 2 പഴയ മലയാള സിനിമകൾ കാണാം. എനിക്ക് വേറെന്താ പണി? തീർച്ചയായിട്ടും കാണാം. ഈ നാട് എന്ന് പറയുന്ന 82-81 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ IB ശശിയുടെ ഒരു സിനിമയും ഇനിയെങ്കിലും എന്നൊരു സിനിമ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ സിനിമകൾ രണ്ടും കണ്ടിട്ട് 50 വർഷത്തിനപ്പുറം നിങ്ങൾ ചിന്തിക്കൂ, കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ഈ കേരളത്തിലെ മൊത്തം ചെലവ്, വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള ചെലവിനായി ഡ്രോ ചെയ്യുന്ന പണത്തിന്റെ 74% സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും. സർക്കാർ ജീവനക്കാർ എന്നോട് പെണ്ണം കണ്ട, സത്യം പറയുന്നേ ഉള്ളൂ. ആ ഒരു മന്ത്രി പണ്ടിറക്കിയ ഒരു ഉത്തരവിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികൾ ജയിച്ച് പോകാൻ. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കി. ഈ കുട്ടിയുടെ നിലവാരത്തെ കുറിച്ച് നിങ്ങൾക്കോ രക്ഷകർത്താവിനോ ഈ കുഞ്ഞിനോ ഗവൺമെന്റിനോ എന്തെങ്കിലും വിലയിരുത്തലുണ്ടോ? നേരാണോ? അതെ. അപവാദം പറഞ്ഞ അടിച്ച് ഞാൻ മോന്ത പരത്തും. ഇത് കൊടും മാറണം തന്നെ. അതല്ലല്ലോ ഇങ്ങോട്ടൊന്നും പണയണ്ട.